നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് ജൂലൈ ഓഗസ്റ്റ് ആവും വരാൻ. സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ആ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷകൾ മിക്കവാറും ജൂണിലോ ജൂലൈയിലോ കാണും. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നു. ഫോർത്ത് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നില്ല. പരീക്ഷ മെയ്യിലോ ജൂണിലോ കാണും. ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. സൂപ്പർ സപ്ലിയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. സൂപ്പർ സപ്ലിയുടെ റിസൾട്ട് ജൂണിൽ പ്രതീക്ഷിക്കാം. സിക്സ് സെമ്മിൻ്റെ പരീക്ഷ തുടങ്ങി, അതിൻ്റെ റിസൾട്ട് മെയ് ലാസ്റ്റിൽ പ്രതീക്ഷിക്കാം. യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. PG ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടുകൾ 3-4 മാസം കഴിഞ്ഞ് പ്രതീക്ഷിക്കാം. സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പരീക്ഷ ജൂണിലോ ജൂലൈയിലോ പ്രതീക്ഷിക്കാം. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു, ഡിസംബറിൽ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ മിക്കവാറും ജൂണിലായിരിക്കും. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷൻ ജൂലൈ ഒക്കെ തുടങ്ങത്തുള്ളൂ. ഓഗസ്റ്റിലൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കാം. സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷകൾ മിക്കവാറും ജൂൺ ലാസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ അവസാനിച്ചു, അതിൻ്റെ റിസൾട്ട് സെപ്റ്റംബർ പ്രതീക്ഷിക്കാം. ഫോർത്ത് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ജൂലൈയിലോ ഓഗസ്റ്റിലോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിഫ്ത്ത് സെമ്മിൻ്റെ വാല്യുവേഷൻ അവസാനിച്ചു, റിസൾട്ട് 10 ദിവസത്തിനുള്ളിൽ വരും. സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 5 ആരംഭിക്കും. അതിൻ്റെ റിസൾട്ട് മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. PG ഫസ്റ്റ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 2023 അഡ്മിഷൻ്റെ മാത്രമായിട്ടാണ് വന്നത്. അത് ഏപ്രിൽ 15 തുടങ്ങുമെന്നാണ് വന്നത്. എന്നാൽ സീനിയേഴ്സിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടില്ല. അത് ഒന്നിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 15 എന്നുള്ളത് നീട്ടും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ 15-ാം തീയതി പരീക്ഷ കാണും. PG സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷകൾ മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് ആകും. PG തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ജൂലൈ ഓഗസ്റ്റിൽ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ്, MSc ബോട്ടണി റിസൾട്ട് വന്നു. ആറാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടിക്കൽ ഡേറ്റ്. മൂന്നാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc MA പ്രോഗ്രാംസിൻ്റെ പരീക്ഷകൾ. നാലാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc MA പ്രോഗ്രാംസിൻ്റെ പരീക്ഷ ഏപ്രിൽ 15 ആരംഭിക്കും. മറ്റേത് ഏപ്രിൽ 8 റിസർച്ച് അസിസ്റ്റൻ്റ് പരീക്ഷാഫലം 1ഉം 2ഉം സെമസ്റ്റർ MA ഹിസ്റ്ററി സിബറുമായി സഹകരണത്തിന് MG സർവകലാശാല. നാക് അക്രഡിറ്റേഷൻ സർവകലാശാലയ്ക്ക് സെനറ്റിൻ്റെ അഭിനന്ദനം. അഭിനയപൂർണതയ്ക്ക് സംഗീതത്തിന് പ്രധാന പങ്ക്. തേർഡ് സെമസ്റ്റർ ഡിഗ്രി റിസൾട്ട് വന്നിട്ടുണ്ട്. റീവാലുവേഷൻ സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. വരുമാന നികുതി ഏപ്രിൽ 15 മുമ്പ് നൽകണം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. ഒന്നാം വർഷ BSc MRT ടൈം ടേബിൾ പരിഷ്കരിച്ചു. ഏപ്രിൽ 8 തുടങ്ങുന്ന മൂന്നാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc MA പ്രോഗ്രാംസിൻ്റെ പ്രാക്ടിക്കൽ. ഒന്നാം സെമസ്റ്റർ MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ആറാം സെമസ്റ്റർ BVOC ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമേഷൻ. പരീക്ഷാഫലം ആറാം സെമസ്റ്റർ BPEd. അതേപോലെ തന്നെ PhD MG യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷയുടെ അതിൻ്റെ നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട്. നിങ്ങളത് സൈറ്റിൽ നിന്ന് നോക്കി വിശദമായി അത് നോക്കാവുന്നതാണ്. പരീക്ഷകൾ മെയ് 17-18 തീയതികളിലാണ്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആറാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് BA, BSc, BCom, BBA, BCA, BPA, BSW, BVOC വൈവ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഏപ്രിൽ 22 മുതൽ
മെയ് 3 വരെ നടക്കും. വിശദമായ ടൈം ടേബിൾ സൈറ്റിലുണ്ട്. 3-ാം സെമസ്റ്റർ ബി.ടെക് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ടൈം ടേബിൾ, സൂക്ഷ്മ പരിശോധന, MG CAT ഓൺലൈൻ രജിസ്ട്രേഷന്, വേനൽ അവധി മാർച്ച് 27 അടച്ച് ജൂൺ 3 ആണ് കോളേജ് തുറക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നടക്കും. പരീക്ഷാഫലം 1-ാം സെമസ്റ്റർ MSc ജിയോളജി, 1-ാം സെമസ്റ്റർ MSc ബോട്ടണി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എത്നോ ബോട്ടണി ആൻഡ് എത്നോ ഫാർമറ്റോളജി, 3-4 സെമസ്റ്റർ BCom റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ 8-ാം സെമസ്റ്റർ ബി.ടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. പരീക്ഷാഫലം 4-ാം സെമസ്റ്റർ സംസ്കൃതം സ്പെഷ്യൽ, വേദാന്ത, ന്യായ, വ്യാകരണ, സാഹിത്യ, ജ്യോതിഷ. 4-ാം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 4-ാം സെമസ്റ്റർ MBA ട്രാവൽ ആൻഡ് ടൂറിസം റിസൾട്ട് വന്നു. 3-ാം സെമസ്റ്റർ പഞ്ചവത്സര MBA ഇൻ്റഗ്രേറ്റഡിൻ്റെ റിസൾട്ട് വന്നു. പുനഃപരീക്ഷ. പ്രാക്ടിക്കൽ 7-ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, സൂക്ഷ്മ പരിശോധന. കേരള സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വാർഷിക സമ്മർ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.